ഇങ്ങനെ ഒരു ഒളിവ് ജീവിതം വന്നില്ലായിരുന്നെങ്കിൽ നിനക്കോ മുരളിക്കോ ഇവരെ കാണാൻ പോലും പറ്റുമായിരുന്നോ? ഇവരുടെ അടുപ്പം കിട്ടിയത് തന്നെ നിങ്ങളുടെയൊക്കെ ഭാഗ്യമല്ലേ മക്കളെ, മഹാഭാഗ്യം. ഓ എന്ത് ഭാഗ്യം. മനുഷ്യര് രാജാവും റാണിയൊക്കെ ആകുന്നതേ തലയിൽ കിരീടം വെച്ചിട്ടല്ല, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം കൊണ്ടാ. ഇതൊരു മാതിരി. എന്ത് പറഞ്ഞാലും തറതല്ലേ പറഞ്ഞോളാം, വൃത്തികെട്ടവൻ. പുഷ്പ ചേട്ടാ വെറുതെ കളിക്കല്ലേ, നന്നായി വേദനിച്ച് എനിക്ക്. കണക്കായി പോയി. എടി എന്താ? മതി 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 മതി. എന്തായാലും നമുക്ക് വെളുപ്പിനെ പുറപ്പെടാം. പ്രസാദിനോട് അങ്ങോട്ട് വരാൻ വിളിച്ചു പറഞ്ഞാൽ മതി. നേരം വിളിക്കുമ്പോൾ നമ്മൾ തിരിക്കുന്നു. എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ. അതെ, ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും മറക്കണ്ട. രാജകുമാരികളെയാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ജീവിതകാലം മുഴുവൻ അവരെ സംരക്ഷിച്ചോണം. അല്ലെങ്കിൽ മേഘനാഥിന് പകരം നിന്നെയൊക്കെ കൊല്ലാൻ വരുന്നതേ ദേ ഈ പുഷ്പനായിരിക്കും. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അതെ,
മുഹൂർത്തത്തിന് തന്നെ ചടങ്ങുകളെല്ലാം മുറതെറ്റാതെ നടക്കുമല്ലോ അല്ലേ? നടക്കും തിരുമേനി. എന്താ അതിനിപ്പോ ഒരു സംശയം? അല്ല, പ്രദക്ഷിണം ചെയ്യാനുള്ള പൂർണ്ണകുംഭം തയ്യാറാണ്. സമർപ്പണത്തിനുള്ള ഉടവാളും തയ്യാറായി കഴിഞ്ഞു. ഇനി അവിടേക്കുള്ള തിരി തെളിയിച്ച് ദേവിയെ ശരീരത്തിൽ ആവാഹിച്ച് സങ്കല്പയുദ്ധം നടത്തി തിരികെ വെക്കണം. കുംഭം ശിരസിലേന്തി പ്രദക്ഷിണം ചെയ്ത് ദേവിയെ ജലസ്നാനം ചെയ്യിക്കണം. ഇത് രണ്ടും ചെയ്യേണ്ടത് തൃപ്പങ്ങോട്ട് തറവാട്ടിലെ മൂത്ത പെൺകുട്ടിയാ. ആളെ ഇവിടെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ആളീ ദേശത്ത് വന്നിട്ടുണ്ട് തിരുമേനി. ദീപം കൊണ്ടുവരുന്നതിന് മുമ്പുള്ള വ്രതത്തിലാണ്. നമ്മുടെ വക്കീല് കൂടെ ഉണ്ട്. എല്ലാം സമയത്തിന് തന്നെ നടക്കും. തിരുമേനിക്ക് വിശ്വസിക്കാം. നടന്നാ മതി. വർഷങ്ങൾ മുടങ്ങിക്കിടന്ന ചടങ്ങാണേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഒപ്പം ചാർത്താനുള്ള തിരുവാഭരണങ്ങളും എത്തിയിട്ടില്ല. അതും തൃപ്പങ്ങോട്ട് തറവാട്ടിൽ നിന്നും കൊണ്ടുവരേണ്ടതാണ്. അത് ആര് കൊണ്ടുവരും എന്നതാണ് മറ്റൊരു ചോദ്യം. അത് അമ്പലം വകയല്ലേ, തറവാട്ടി നമുക്ക് എടുക്കാം. ഒന്ന് അവിടം വരെ പോയാ മതി. പോകുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ അതിപ്പോ കോടതി വിധി കഴിഞ്ഞ് നാഥനില്ലാത്ത തറവാടല്ലേ. ആരാ അതെടുക്കാനുള്ള അനുവാദം തരേണ്ടത്? മേഘനാഥ സാറ് തന്നെ. സാറ് തൃപ്പങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഉടൻ ഇങ്ങോട്ട് വരും നിങ്ങളെ കാണാൻ. എന്തായി കാര്യങ്ങളൊക്കെ? അവൾ എത്തിയിട്ടുണ്ടോ, ആ രാധ? ആ വക്കീൽ രാധയെ കൊണ്ട് പോയെന്ന് ഇന്നലെ രാത്രി സാർ വിളിച്ച് പറഞ്ഞില്ലേ? അപ്പം മുതൽ ഞാനിവിടെ കാവല. ഇതുവരെ ആള് ഇവിടെ നേരിട്ട് വന്നിട്ടില്ല. രാധ വ്രതം എടുത്ത് കുളിച്ചീറനോടെ എത്തി ഉടവാളിന് മുന്നിൽ ദീപം തെളിയിച്ചില്ലെങ്കിൽ ചടങ്ങ് നടക്കൂല എന്നുള്ള കാര്യം ഉറപ്പാ. ആ ആഹാ, കരപ്രമാണിമാരെല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നിങ്ങളും ആ വേണു വക്കീലും ഒക്കെ ഉള്ളതുകൊണ്ടാ ഈ വർഷമെങ്കിലും ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഞങ്ങള് മേഘനാഥനെ കാണാനിരിക്കുകയായിരുന്നു. ചടങ്ങ് പൂർത്തിയാകണമെങ്കിൽ തൃപ്പങ്ങോട്ട് തറവാട്ടിൽ നിന്നും തിരുവാഭരണം കൊണ്ടുവരണം. അതിന് മേഘനാഥൻ വേണം അനുവാദം തരാൻ. അയ്യോ, അത് നടക്കില്ലല്ലോ പ്രമാണിമാരെ. കോടതി വിധിയൊക്കെ അറിഞ്ഞില്ലേ നിങ്ങള്? കോട്ടയ്ക്കൽ വംശജനും തൃപ്പങ്ങോട്ടെ വെറും മരുമകനായി എനിക്ക് അവിടുത്തെ ഒരു കാര്യവും ചെയ്യാനുള്ള അധികാരമില്ല. ഉള്ളതാ രാധയ്ക്കും അനിയത്തിമാർക്കുവാ, പിന്നെ എന്റെ മകൻ കാശിനാഥനും. നിങ്ങൾക്ക് അനുവാദം തരേണ്ടത് ഞാനോ കോട്ടയ്ക്കൽ ദേശത്തേക്ക് മടങ്ങിപ്പോയ എന്റെ അമ്മ ഭവാനിയോ അല്ല, അവരാരെങ്കിലുമാ. ശരി, എങ്കിൽ ആ അനുവാദം ഞങ്ങൾ വാങ്ങിച്ചോളാം. നിങ്ങളായിട്ട് അതിന് തടസ്സം ഉണ്ടാക്കരുതെന്ന് മാത്രം. തടസ്സം ഉണ്ടാക്കും. എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നത്, ഇവിടെ ഉത്സവം നടത്താൻ ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല. തൃപ്പങ്ങോട്ട് നിന്ന് പണ്ടേ ഒളിച്ചോടിപ്പോയ പെൺകുട്ടികൾ മരിച്ചു പോയി എന്നാണ് എന്റെ വിശ്വാസം. ഇവിടത്തെ വക്കീൽ ഏതോ നാടക നടിയെ കോടതിയിൽ ഹാജരാക്കി അനുകൂല വിധി നേടിയെടുത്തു. തൃപ്പങ്ങോട്ട് സുഭദ്രയുടെ അനുജത്തിമാര് ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല.
എന്റെ കൈക്ക് വജ്രമോതിരം മാത്രമല്ല ഈശ്വരി അമ്മേ, ഇതു ഇണങ്ങി. ഈശ്വരി അമ്മയ്ക്ക് എങ്ങനെ മരിക്കാനാ ഇഷ്ടം? കുത്തേറ്റ് ചാവണോ അതോ വെടിയേറ്റ് ചാവണോ? ചേടാ, ഈ മാരണം ഇതുവരെ ചത്തില്ലേ? ഇതിനെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്താ മേഘനാഥ മിഴിച്ചു നോക്കുന്നേ? ഈ ഈശ്വരിയമ്മ കാലപുരി പോകിയെന്ന് വിചാരിച്ചോ നീ? എന്നാലേ ഞാൻ പോയിട്ട് തിരിച്ചു വന്നു, നിന്റെ അവസാനം കാണാം. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? തൃപ്പങ്ങോട്ട് തറവാട്ടുകാരുടെ വക്കീലാണോ നിങ്ങള്? അന്ന് വലിയ വക്കീൽ പത്മനാഭനായിരുന്നു. നീ ചതിച്ചു വന്ന മറ്റൊരു പാവ മനുഷ്യൻ. ഒരു തെളിവില്ലാതെ ഓരോന്ന് വിളിച്ചു കൂതിയാലുണ്ടല്ലോ. അതെ, മേഘൻ സാറിന്റെ വീറും ദേഷ്യമൊന്നും ഈശ്വരിയമ്മയോട് വേണ്ട. ദൈവ ചൈതന്യമുള്ള സ്ത്രീ അവരെ തൊട്ടാൽ നാടളകും. അയ്യേ, എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? നല്ലൊരു ഉത്സവവും നല്ലൊരു ദിവസമായിട്ട് സ്ത്രീപൂർണ്ണ സ്ഥാനത്തിന് മുന്നിൽ നിന്ന് വഴക്കുണ്ടാക്കരുത്. ഇപ്പൊ എന്താ നിങ്ങൾക്ക് ആവശ്യം? തൃപ്പങ്ങോട്ട് തറവാട്ടിൽ നിന്ന് ദേവിക്കുള്ള തിരുവാഭരണം കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. സാറൊന്നും മിണ്ടാതിരി സാറേ. ഇതിപ്പോ ദേശത്തിന്റെ പൊതുവായിട്ടുള്ളൊരു ആവശ്യമില്ലേ, അതങ്ങ് നടക്കട്ടെ, അത്ര തന്നെ. മുമ്പത്തെ പോലെ ആന അമ്പാരി ഒന്നും വേണ്ട, നിങ്ങൾ പൂജാരിയെ കൊണ്ട് വന്നാൽ മതി. തറവാട്ടിൽ നിന്ന് തിരുവാഭരണം കൊണ്ടുപോവാ. സാർ അത് ദേവി ഒന്ന് തൊഴട്ടെ, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. പറഞ്ഞു സാറേ, നമുക്ക് ദേവി തൊഴാം. ഒന്ന് മാറേ. തീർന്നു മേഘനാഥ, നിന്റെ ജാതകം വലിച്ചു കയറി ഹോമാഗ്നിയിൽ എരിക്കാനാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. രാധയോടൊപ്പം ഇവിടെ ഇനി ഈ ഈശ്വരിയമ്മ ഉണ്ടാവും നിന്നെ അവസാനിപ്പിക്കാൻ. എനിക്ക് നേരും നുണയും കണ്ടാ മനസ്സിലാവും. എവിടൊക്കെ കളിക്കുന്ന ഏത് നാടകവും ഞാൻ കാണണോ? സഹിക്കണോ? വേണോടാ? വേണോന്ന്? പുത്തംപുരയ്ക്കൽ ചന്ദ്രമോഹൻ അതിന് കിട്ടില്ല. അല്ലെങ്കിൽ ഈ കൊക്കിന് ജീവൻ ഇല്ലാതിരിക്കണം, അത്ര തന്നെ. പുഷ്പം ചേട്ടാ, അച്ഛൻ്റെ മട്ടം കണ്ടിട്ട് ദേഷ്യം ഇതുവരെ മാറിയില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. പണി പാളുവോ? ധൈര്യമായിട്ട് വാ. ഇവർ തൃപ്പംകോട്ടെ കുട്ടികളാണെന്ന് പറഞ്ഞാൽ മതി. ചന്ദ്രേട്ടന് സന്തോഷമാകും, എനിക്കുറപ്പാ. ആ, കണ്ടറിയാം. എല്ലാരെയും വിളിച്ചു വരുത്തിയിട്ട് നാണം കെടുത്താതിരുന്നാ മതിയായിരുന്നു. എല്ലാരും എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? കേറി വാ ഇങ്ങോട്ട്. എല്ലാരും നിക്ക്. നമ്മളെല്ലാരും അകത്തോട്ട് കയറും മുമ്പ് എനിക്കൊരു വലിയ രഹസ്യം ചന്ദ്രേട്ടനോട് പറയാനുണ്ട്. രഹസ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതെന്താ എല്ലാരെയും കൂട്ടി വരാൻ പറഞ്ഞിട്ട്? ആളെണ്ണം കുറവാണല്ലോ. അത് പറയാം. അതിനു മുമ്പ് ആ വലിയ രഹസ്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന് നിക്ക് പുഷ്പ, ഞാനൊന്ന് നോക്കട്ടെ.
തൃപ്പങ്ങോട്ടെ ദർശനയും സൗഭാഗ്യവും വന്നു. രാധ മാത്രം ഈ കൂട്ടത്തിലില്ല അല്ലേ? രാധ എവിടെ പോയി? ചോദിച്ചത് കേട്ടില്ലേ? അഞ്ജലി എന്ന് നിങ്ങൾ വിളിക്കുന്ന രാധക്കുഞ്ഞ് എവിടെ പോയെന്ന്? ചന്ദ്രേട്ടൻ ഇതെങ്ങനെ അറിഞ്ഞു? ആര് പറഞ്ഞു ഈ രഹസ്യം? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ. സത്യം പറഞ്ഞ ഞാനെന്താ തൃപ്പങ്കോട്ടെ വാസുദേവന്റെ മക്കളെ ആട്ടി ഓടിക്കുമെന്ന് കരുതിയോ? അത് കൊള്ളാം. രാധയെ ഞാൻ ഒരുപാട് വാരി ഊട്ടിയിട്ടുണ്ട്. ദാ ഈ കൈ കൊണ്ട് തന്നെ. അവളെന്റെ മുമ്പിൽ വന്നിട്ടും സാഹചര്യം പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ വളരെ നേരത്തെ തന്നെ നിങ്ങളുടെയൊക്കെ ഈ നാടകം ഞാൻ പൊളിച്ചടിക്കേനെ. അമ്മാവാ, മനഃപൂർവ്വം അല്ല ഞങ്ങള്. സ്വന്തം പേരിൽ ജീവിക്കാൻ ഒരു സാഹചര്യവും കിട്ടാതെ പോയി. പിടിക്കപ്പെട്ട ജീവൻ പോലും പോകുന്നുള്ളൊരവസ്ഥയില് ഇങ്ങനെ മുഖം മറിച്ച് ജീവിക്കാനേ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല. തൃപ്പങ്ങോട്ടെ കുട്ടികളുടെ കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും വാസുദേവൻ എൻ്റെ സ്വന്തം ജ്യേഷ്ഠന്റെ സ്ഥാനത്തായിരുന്നു. ആ ഉത്തരവാദിത്വം ഞാൻ ഇനിയെങ്കിലും കാണിച്ചല്ലേ പറ്റൂ. കാണിക്കും ഞാൻ. അല്ല, രാധയും കൃഷ്ണനും എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ. പിന്നാലെ വരുന്നുണ്ടാവൂലേ? ഇല്ലമ്മേ. ഇല്ലേ? പിന്നെ എവിടെ പോയി അവര്? സത്യം പറഞ്ഞ അറിയില്ല. പ്രസാദേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഇതുവരെ. രാധയോ? വല്യേച്ചി രാത്രി തന്നെ തൃപ്പങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ വരുമെന്നാ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ശരി ശരി, അവര് വരട്ടെ. നിങ്ങൾ കേറുവാ, വന്ന കാര്യം നിൽക്കണ്ട. ഈ അച്ചൂട്ടന് കൊടുക്കാൻ വേണ്ടി ഞാൻ സ്പെഷ്യൽ ഇളനീരൊക്കെ റെഡിയാക്കി വച്ചിരിക്കുക. പാടാമെടുക്ക. അമ്മേ, മഹാമായേ, നമസ്കാരം ഈശ്വരിയമ്മേ. നമസ്കാരം. നമസ്കാരം. മുഖം കണ്ടാലറിയാം, വക്കീൽ അദ്ദേഹം വലിയ സംഘർഷത്തിലാണെന്ന് തോന്നുന്നു. ചടങ്ങിനുള്ള സമയം അടുക്കുന്തോറും ടെൻഷൻ കൂടുക ഈശ്വരമ്മേ. ആ മേഘനാഥൻ വെറുതെ ഇരിക്കില്ലെന്ന് ഉറപ്പാ. എന്ത് ചെയ്യും അയാള്? ഏതറ്റം വരെയും പോവും. അതെന്താണെന്ന് ഉൾക്കണ്ടല്ല ഞാൻ. തീർച്ചയായും എന്തും ചെയ്യാനും ഏതറ്റം വരെ പോവാനും അയാൾ എത്തിക്കഴിഞ്ഞു ശ്രീമൂലസ്ഥാനത്ത്. ഈശ്വര, വന്നു അപ്പോ? വന്നു. പക്ഷേ ഭയപ്പെടണ്ട. തൽക്കാലത്തേക്ക് ആ നീചനെ അടക്കി പറഞ്ഞയക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കമ്മിറ്റിക്കാരുടെ പിൻബലം കൂടി ഈശ്വരൻ കൂട്ടിയിണക്കി തന്നു എന്ന് മാത്രം. അപ്പോ അയാൾ തിരിച്ചു പോയോ? താൽക്കാലികമായ ഒരു പിന്മാറ്റം നടത്തി എന്ന് മാത്രം കരുതിയാൽ മതി. പുലി പതുങ്ങുന്നത് ഒരിക്കലും തോറ്റ മനസ്സുകൊണ്ടല്ലല്ലോ. ഒരു കുതിച്ചുചാട്ടവും ഇരയെ കടിച്ചുകുടയലും ഏത് നിമിഷവും പ്രതീക്ഷിക്കാം നമുക്ക്. എന്താ, അത്രയ്ക്ക് ഭയമാണോ വക്കീലിന് അയാളെ? ഭയമല്ല, നേർക്ക് നേരെ വന്നാൽ നേരിടാമെന്ന തികഞ്ഞ ധൈര്യമുണ്ട്. പക്ഷേ ചതിയുടെ ഈറ്റലുമാണ് മേഘനാഥന്റെ മനസ്സ്. ജയിക്കാനും നേടാൻ അയാൾ എന്തും ചെയ്യും. മനസ്സിലായി. അതുകൊണ്ട് തന്നെ സ്വന്തം നിഴലിനെ പോലും സംശയിച്ചേ നമ്മൾ കൂടെ കൂട്ടാവൂ. തൽക്കാലം വേറൊന്നും എനിക്ക് പറയാനില്ല. രാധ അകത്തുണ്ട്, ജപിക്കുക.
ഇവിടെ തന്നെ പാർപ്പിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലം നോക്കായിരുന്നില്ലേ? ഇവിടെ ഈ ചുറ്റളവില് ഏക്കർ കണക്കിന് സ്ഥലം നമ്മുടെ തന്നെ. അതിന്റെ അതിർത്തി കടന്ന് പെട്ടെന്ന് ഒരാൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടുന്ന് ക്ഷേത്രത്തിലേക്കും കുളക്കടവിലേക്കും ശ്രീമൂല സ്ഥാനത്തേക്കുമൊക്കെ രാധയെ സുരക്ഷിതമായി കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യാൻ പറ്റും. പലതും ഒറ്റപ്പെട്ട വഴികളാണ്. നന്നായി, എല്ലാം മംഗളമായി ഭവിക്കട്ടെ. നമുക്ക് രാധയൊന്ന് കണ്ടാലോ? ആ, ഈശ്വരയമ്മ വന്നിട്ടാവാന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. ജപത്തിന് ഭംഗം വരുത്തണ്ടെന്ന് കരുതി. ആ, എങ്കി വരൂ. ശരി. ഈശ്വരിയമ്മ,